സോണിയ നേരിട്ട ആ ദുരനുഭവങ്ങൾ അത് തുറന്നു പറഞ്ഞത് മാതൃഭൂമി ന്യൂസിലൂടെയായിരുന്നു. കേരളം ശരിക്കും ഞെട്ടിപ്പോയ നിമിഷങ്ങളായിരുന്നു അത്. ഇതാ ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി, അതിന് പിന്നാലെ സിദ്ദിഖിന്റെ രാജി, ഇതൊക്കെ കേൾക്കുമ്പോൾ നേരത്തെ തുറന്നു പറയേണ്ടിയിരുന്നു, അല്ലെങ്കിൽ ആ പേരുകൾ പറയേണ്ടിയിരുന്നു എന്ന് തോന്നുന്നുണ്ടോ സോണിയയ്ക്ക്? നേരത്തെ പറയേണ്ടിയിരുന്നു എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ളതൊക്കെ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഞാൻ ഈ അവസരത്തിൽ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളതും പലതവണ ഡിസ്കസ് ചെയ്തതാണ്. എന്തു തന്നെ ആയാലും നേരത്തെ വന്ന ശബ്ദങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അതിന് ഒരു എക്സാമ്പിളാണ് ശ്രീമതി രേവതി സമ്പത്ത്. അവർക്ക് നേരിട്ട അനുഭവങ്ങൾ അവർ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ട് പോലും അത് കേൾക്കാനോ അത് മുഖവിലക്കെടുക്കാനോ ആരും ഉണ്ടായില്ല. ഈ സംഘടനയിലുള്ളവർ തന്നെ അതിനെതിരെ ഒരു നടപടിയും എടുത്തില്ല എന്ന് മാത്രമല്ല, ആരോപണ വിധേയനായ വ്യക്തി അഗെയിൻ അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു. അപ്പം ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തും എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അങ്ങനെ പറയുമ്പോൾ പോലും ഇപ്പം കുറച്ച് സ്ത്രീകൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് അവർക്കെതിരെ പ്രതികരിച്ചപ്പോൾ ഏതൊരു സിസ്റ്റത്തിലും പ്രതികരിക്കാൻ സാധിക്കാതിരുന്ന ഒരവസ്ഥയിൽ നിന്നും ഇപ്പോൾ സ്ത്രീകൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഈ പെട്രിയാർക്കി സമൂഹത്തിൽ അങ്ങനൊരു ചലനം സൃഷ്ടിക്കാൻ തന്നെ സാധിച്ചത് വലിയ അത്ഭുതമായിട്ട് ഒരു ചർച്ചയാക്കപ്പെട്ടപ്പോൾ തന്നെ വളരെ ശരിക്കും പറഞ്ഞാൽ ഒരു മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ച് ഒരു ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് പറയാൻ പോലും ഭയം, അല്ലെങ്കിൽ പരാതി പറയാൻ പോലും ഭയപ്പെട്ടിരുന്ന സ്ഥലത്ത് നിന്ന് പരാതി പറയുന്നു, പേരുകൾ പുറത്തേക്ക് വരുന്നു. വലിയ വലിയ സ്ഥലത്തിരിക്കുന്ന ആളുകളാണിപ്പോൾ സ്വമേധയാ രാജിവെച്ച് അന്വേഷണം ഒരുപക്ഷെ നാളെ നേരിടേണ്ടി വരുന്നത്. അതൊരു വലിയ മാറ്റമല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തു തന്നെയായാലും അദ്ദേഹം ആ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഏർലി മോർണിംഗിൽ തന്നെ ആ സംഘടനയിലെ തന്നെ മറ്റ് അംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ രാജിവെച്ചതിൽ അത് അദ്ദേഹം വളരെ മനോഹരമായി തന്നെ കൈകാര്യം ചെയ്തു. അത് തീർച്ചയായിട്ടും സ്വാഗതം അർഹിക്കുന്നു. അതുപോലെയുള്ള മറ്റ് അംഗങ്ങൾ, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അംഗങ്ങളുടെ പേരുകളും പുറത്തു വരും തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു 4 ദിവസം മുമ്പ് വരെ നമുക്ക് ഇത്ര പോലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കരുതിയിരുന്നതല്ല. ഇപ്പം ഇതൊരു റീഫോർമേഷൻ്റെ ഭാഗമായിട്ടൊരു വലിയ തുടക്കമാണ്. അപ്പം ഇതിൽ ഈ ഒരു അവസ്ഥ അനുഭവപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളും പുറത്തേക്ക് വന്ന് ഇത് പറയണം തന്നെയാണ്. ഇതുപോലെ നല്ലൊരു അവസരമാണിത്. പുറത്ത് വന്ന് ഇവർക്കെതിരെ ഒരു ശിക്ഷാ നടപടി നേടിക്കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു മാറ്റം വരുത്തണം തന്നെയാണ് ഞാൻ പറയുന്നത്.